ടു സീ വിത്ത് എൽസ. ഒരു 2 വർഷം 3 വർഷം മുന്നേ ഞാനൊരു ലേസർ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് ഒക്കെ നിങ്ങളെ കാണിച്ചു ഓർക്കുന്നുണ്ടോ? ഇപ്പൊ വീണ്ടും അതേ ടച്ചിലാണുള്ളത്. അന്ന് കടലിലെ വീഡിയോ ഒക്കെ എടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മുഖത്തൊക്കെ ഫുള്ള് ടാൻ അടിച്ചിട്ട് ഇങ്ങനെ കരുവാടിച്ച് പോയായിരുന്നു കേട്ടോ. ആ സമയത്താണ് കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് ലേസർ ട്രീറ്റ്മെന്റ് ചെയ്തത്. അപ്പൊ ഇപ്പൊ വീണ്ടും ഞാനൊരു ലേസർ ട്രീറ്റ്മെന്റ് വേണ്ടി XD റെജുവിനേഷൻ. അന്ന് എന്നോട് എല്ലാവരും ചോദിച്ചിരുന്നു എൻ്റെ പേരെന്താന്ന്. അന്നേരം എനിക്ക് അറിഞ്ഞൂടായിരുന്നു എൻ്റെ പേരെന്താന്ന്. XD റെജുവിനേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മളത് വീണ്ടും എൻ്റെ ഫേസിൽ അത് ചെയ്യാൻ പോവാം കേട്ടോ. അന്ന് കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു, ഇത് ചെയ്താൽ സ്കിന്നിന് ബുദ്ധിമുട്ടുണ്ടാവോ, നമ്മൾക്ക് എങ്ങനെ ഉണ്ടാവും, ഇതിൻ്റെ ഓരോരോ കാര്യം ചെയ്തിട്ട് ഫേസിൽ എന്താ ബുദ്ധിമുട്ടാണോ അല്ലെങ്കിൽ നന്നായോ, അതെല്ലാം ഈ വീഡിയോയിൽ ആ സംശയമെല്ലാം ഞാൻ മാറ്റിത്തരാം. എങ്ങനെ ചെയ്യണേന്ന് കാണിച്ചു തരാം. ആ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളതുണ്ട്. എനിക്കിവിടെ കുറച്ച് ഹെയർസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഈ ഹെയറും ഈ XD റെജുവിനേഷൻ ചെയ്യുമ്പോൾ അതെല്ലാത്തിനെയും കൂടെ കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ടച്ച് വൈറ്റിലയിലാണ്, അതൊക്കെ ആദ്യം പറയാം. ടച്ച് വൈറ്റിലയിലാണ്, ലേസർ സ്കിൻ ക്ലിനിക്കാണ്. ഡോക്ടർ ലിജിയാണ് ഇവിടെ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേ പ്രൊസീജിയറൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത്, എല്ലാവർക്കും പല പ്രൊസീജിയറാണ്. അതിന് നമ്മൾ ആദ്യം ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്യണം. ഞാൻ കഴിഞ്ഞ ദിവസം വന്ന് കൺസൾട്ട് ചെയ്തിരുന്നു, എന്നിട്ടായിരുന്നു വന്നേക്കുന്നത്. കൺസൾട്ട് ചെയ്യണം. കൺസൾട്ട് ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർ പറയും എന്ത് ചെയ്യാം നമുക്കെന്നുള്ളത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് തീരുമാനിച്ചാൽ മതി ചെയ്യണോ വേണ്ടേ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ റേറ്റ് ആയിരിക്കില്ല ട്രീറ്റ്മെൻറ്റ്, പല ട്രീറ്റ്മെൻ്റ് ആയിരിക്കും ചെയ്യുന്നത്. ആ കാര്യമൊക്കെ ഞാൻ ആദ്യം പറഞ്ഞിട്ട് ഇനി നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. വാ, നമ്മുടെ ട്രീറ്റ്മെന്റ് റൂമിൽ നമ്മൾ വന്നു. ഇവിടെ നമ്മൾ ചെയ്യണത് ഇത് ഞങ്ങളുടെ നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ രഞ്ജി സിസ്റ്റർ. ഇത് ഉപയോഗിച്ച് മുഖം കഴുകണം അല്ലേ? ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ മുഖം കഴുകി സെറ്റപ്പ് ആണോ. XD റെജുവിനേഷൻ എന്നല്ലേ ഡോക്ടർ എനിക്ക് ചെയ്യാൻ പോകുന്ന ട്രീറ്റ്മെന്റ് പേര്? XD റെജുവിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ X 2 3 4 എന്നുള്ള നമ്പേഴ്സ് ആണ്. 2D റെജുവിനേഷൻ, 3D റെജുവിനേഷൻ, 4D റെജുവിനേഷൻ. അത് എത്ര ലേസർ നമ്മൾ ഉപയോഗിക്കുന്നു ഒരു സെഷനിൽ എന്നുള്ളതിനെ കുറിച്ചാണ്. 2 ഉപയോഗിച്ചാൽ 2D, 3 ഉപയോഗിച്ചാൽ 3D, അങ്ങനെ. അപ്പോൾ ഓരോരുത്തരുടെ ഫേസിന്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ നമ്പർ ഓഫ് ലേസേഴ്സ് എത്രയാണെന്ന് സെലക്ട് ചെയ്യും. അപ്പൊ എലിസബത്ത് ശരിക്കും പറഞ്ഞ ഇപ്പൊ ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളല്ലേ, ട്രാവൽ ഏജൻസി കമ്പനിയൊക്കെ നടത്തുന്നുണ്ട്. അപ്പം എലിസബത്തിന് എനിക്ക് വന്ന ഒരു 3D വേണ്ടി വരും. നമ്മുടെ സ്കിന്നൊന്ന് റിന്യൂ ചെയ്തെടുക്കണം, പിഗ്മെന്റേഷൻ ഉള്ള ലേസർ ചെയ്യാം. പിന്നെ ഒത്തിരി സൺ ഡാമേജ് ഒക്കെ വരില്ലേ? അതെ. അപ്പൊ അങ്ങനെ എനിക്ക് ഇവിടെയൊക്കെയാണ് ഇങ്ങനെ ഒരു സൺ ഡാമേജ് ഒക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു റെജുവിനേഷൻ, കൊളാജൻ ഒക്കെ ഉണ്ടാകാനുള്ള ലേസർ ഇതെല്ലാം കൂടി ചെയ്ത് കഴിയുമ്പോൾ ഫേസ് ഇപ്പൊ ഇരിക്കുന്ന പോലെ നല്ല സുന്ദരിയായിട്ട് തന്നെ ഇരുന്നോളൂ. അവിടെ ഹെയർ ഒക്കെ പോയി കിട്ടും. ഹെയർ പോകും. നമുക്ക് റെജുവിനേഷൻ ചെയ്യുന്നതിന്റെ കൂടെ നമ്മള് ഹെയർ എല്ലാം പോകും. കണ്ടോ? അപ്പൊ എനിക്ക് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇത് എന്തിനു വേണ്ടി നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളത് അറിയണമെങ്കിൽ ആദ്യം നമ്മൾ വന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. അപ്പൊ ഡോക്ടർ നിങ്ങളെ നോക്കിയിട്ട് എന്താണോ നമ്മുടെ സ്കിന്നിന് വേണ്ടത് അതാണ് ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യുന്നത്. അതല്ലാതെ ഇപ്പം ഞാനിത് ചെയ്തല്ലോ അപ്പൊ ഇത് തന്നെ ചെയ്യാമെന്നുള്ള അങ്ങനെ വിചാരിക്കരുത്. അതാണ് ഞാനിത് ചോദിച്ചു കേട്ടോ ഡോക്ടർ. എല്ലാവരും ചിന്തിക്കുമല്ലോ ഇത് തന്നെ മതിയായി. ഓരോരുത്തർക്കും ഓരോ ഫേസും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും ആണ് വേണ്ടത്. കണ്ണില് ലേസർ അടിക്കാതിരിക്കാനായിട്ട് നമ്മളൊരു ഐ പ്രൊട്ടക്ഷൻ വെക്കുക കേട്ടോ. ഇത് ചെയ്യുമ്പോൾ എല്ലാവരുടെയും ഒരു പേടിയേ നമുക്കത് പെയിൻ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ഇത് ഈ ലേസർ നമ്മൾ ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഒരു ലേസറാണ്. സ്കിന്നിനെ ഒന്ന് ലൈറ്റ് ആയിട്ട് പീൽ ചെയ്ത് കൊടുക്കുക. അതിനൊട്ടും പെയിനില്ല. എന്തോന്നു പെയിനില്ല. ഇങ്ങനെ കുഞ്ഞു 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 എന്തോ ഇങ്ങനെ ഒരു പ്രിക്കിങ് അതാണുള്ളത്. നമ്മളൊരു ഫ്രാക്ഷണൽ ലേസർ എന്ന് പറയും കേട്ടോ. അതിപ്പം ഒരു പോയിന്റ് പോലെ വരുന്ന, അപ്പോൾ നമുക്ക് സ്കിന്നിന് അധികം ഡാമേജ് ഒന്നും വരത്തില്ല. നോർമൽ സ്കിൻ ഇടയ്ക്കുള്ളത് കൊണ്ട് പെട്ടെന്ന് അത് സ്കിന്ന് നന്നായിട്ട് റിന്യൂ ചെയ്ത് വന്നോളും. ഓക്കെ. എത്ര ദിവസം കഴിയുമ്പോഴാണ് ഒരു പീൽ ഓഫ് വരത്തില്ലേ? ഒരു 1 week to 10 days കഴിയുമ്പോൾ സ്കിന്ന് ഇപ്പം പൊട്ടുപോലെ കാണുന്നതൊക്കെ ഒന്ന് പൊളിഞ്ഞു വരും. അപ്പോൾ അതൊന്നും പറിച്ചു കളയരുത്. തന്നെ അങ്ങ് പീൽ ഓഫ് ചെയ്ത് വരുമ്പോൾ പുതിയ സ്കിൻ ഉണ്ടായി. അത്രയും ദിവസം നമ്മൾ കെയർ ചെയ്യണോ? അപ്പോൾ ഇപ്പോഴും ലേസർ ചെയ്യുമ്പോൾ നമുക്ക് ആകെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ വെയിലൊക്കെ അടിക്കാതെ സൂക്ഷിക്കണം. അതായത് നമ്മുടെ സ്കിന്ന് പെട്ടെന്ന്, ഇന്ത്യൻ സ്കിന്നൊക്കെ പെട്ടെന്ന് ടാൻ ആകും. അപ്പോൾ നമ്മൾ ലേസർ ചെയ്യുമ്പോൾ ഫേസ് കുറച്ച് സെൻസിറ്റീവ് ആവും. അപ്പോൾ നമ്മൾ ഒന്ന് അധികം വെയിൽ കൊള്ളാതൊക്കെ സൂക്ഷിക്കുക. സൺസ്ക്രീൻ ഇടണം. പിന്നെ ഈ ചൂടൊക്കെ ചെന്ന് കഴിയുമ്പോൾ കുറച്ച് ഡ്രൈ ആകുമ്പം മോയ്സ്ചറൈസർ ഇടണം. പിന്നെ
സൺസ്ക്രീൻ ഒരു 3 hourly ഇടുക. അത്രയൊക്കെ ഉള്ളൂ. ഒത്തിരി ഒന്നും കെയർ വേണ്ട, കാരണം ഇതൊരു ഭയങ്കര ഡൗൺ ടൈം ഒന്നുമുള്ള ഒത്തിരി സ്കിൻ ഡാമേജിങ് ആയിട്ടൊന്നും ഉള്ള ട്രീറ്റ്മെൻ്റ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് നന്നായിട്ടൊന്ന് കെയർ ചെയ്താൽ പ്രശ്നങ്ങളൊന്നും സൂപ്പർ ആയിട്ട് നമ്മളിപ്പോ ഒരു തവണ ചെയ്ത് കഴിഞ്ഞിട്ടേ നമുക്ക് പിന്നീട് ഇത് വേണം ഇനിയും ചെയ്യണമെങ്കിൽ അത് എത്ര നാള് കഴിഞ്ഞിട്ടാ പിന്നെ ചെയ്യാൻ പറ്റുക? ഒരു മിനിമം ഒരു 3 weeks നമുക്ക് കൊടുക്കാം. കാരണം ഈ സ്കിന്ന് ബീൽ ചെയ്ത് പുതിയ സ്കിന്നൊക്കെ വരാൻ ഒരു സമയം എടുക്കുമല്ലോ. അപ്പൊ ഒരു 3 weeks മിനിമം. പിന്നെ ഒരു 1 month ആയാലും ഒന്നും കുഴപ്പമില്ല. പിന്നെ ഡിപ്പെൻസ് ഓരോരുത്തരുടെ ഫേസിന്റെ സെൻസിറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് സമയം വേണേ കുറച്ചുകൂടെ കൊടുക്കാം. അങ്ങനെ കൂടുതൽ സെഷൻ എടുക്കുന്നത് നല്ലതല്ലേ? എപ്പോഴും നമ്മുടെ ഇപ്പം എലിസബത്തിന് വലിയ പ്രശ്നങ്ങൾ അധികം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് 1-2 സെഷനൊക്കെ മതി. അത് അല്ലാത്തവർക്ക് ഇപ്പോൾ കൂടുതൽ പിഗ്മെന്റേഷൻ ഉണ്ട്, ഒത്തിരി ഏജ്ഡ് ആണ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ലേസർ ഇപ്പോൾ ഒരു ഒറ്റ ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് ഫുൾ ചേഞ്ച് ഒന്നും കിട്ടത്തില്ലല്ലോ. അതെ, നമുക്ക് ഗ്രാജുവൽ ചേഞ്ചേ വരുള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ ഇതിനൊന്നും ചെയ്തില്ലേ, എനിക്ക് ഒറ്റ സെഷനോടുകൂടി തന്നെ നല്ല എഫക്റ്റ് ആയിരുന്നു. അപ്പൊ ഒരു യങ്ങർ ഏജിൽ എപ്പോഴും ചെയ്തു തുടങ്ങിയാൽ നമുക്ക് ഇപ്പൊ ഒത്തിരി ഏജ് ആയിട്ട് ആകുന്നിടം വരെ വെയിറ്റ് ചെയ്യരുത്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചേഞ്ചസ് കിട്ടാൻ പാടായിരിക്കും. നേരത്തെ തന്നെ ചെയ്തു തുടങ്ങിയ ആന്റി ഏജിങ് ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. നമ്മളീ കണ്ണിന്റെ മുകളിലും അതുപോലെ താഴെ കണ്ടറയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പൊ, അപ്പൊ അത് പ്രശ്നമില്ലേ കണ്ണിന്? ഈ ലേസർ വളരെ സൂപ്പർഫിഷ്യൽ, അപ്പൊ നമുക്ക് കണ്ണിന്റെ ഉള്ളിലേക്കൊന്നും അത്രയും ഡെപ്തിലേക്കൊന്നും പോകത്തില്ല. നമ്മൾ ഒത്തിരി ഡെപ്തിലുള്ള ലേസർ കണ്ണിന് ഡാമേജ് വരാവുന്ന ലേസർ ഉണ്ട്. പക്ഷെ അത് കഴിയുമ്പം നമ്മൾ കണ്ണിന്റെ ഉള്ളിലൊക്കെ ഷീൽഡ് വെച്ച് നല്ലപോലെ പ്രൊട്ടക്ട് ചെയ്തൊക്കെ ചെയ്യുള്ളൂ. ഇപ്പൊ ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഈ ഹെയർ റിമൂവൽ, ലേസർ ഹെയർ റിമൂവൽ എന്ന് പറഞ്ഞാൽ ഇതാണോ ചെയ്യാ? ഹെയർ റിമൂവൽ ചെയ്യുമ്പോൾ നമ്മൾ ഈ ലേസർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ നമ്മൾ പവർ കുറച്ചുകൂടി വ്യത്യാസം കാണും. പിന്നെ ടാർഗറ്റ് ചെയ്ത് അതിൽ മാത്രം ചെയ്യും. ഇതിപ്പോൾ നമ്മളൊരു റെജുവിനേഷന് വേണ്ടിയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ എന്റെ ദിഗംബരന്റെ കണ്ണടയൊക്കെ ഊരി ഞങ്ങൾ ഇനി വേറെ മുറി പോണോ അല്ലേ? ഈ മുറിയിലുള്ള പരിപാടി അവസാനിച്ചു. പെയിനൊന്നും അല്ല കേട്ടോ, ഇത് ചെയ്യുമ്പോൾ നമുക്കൊരു ചൂട് പോലെ, പിന്നെ ഇങ്ങനെ 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 കുത്തുന്ന പോലെ പ്രിക്കിംഗ് ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു സംഭവം ആട്ടോ തോന്നണേ. നമ്മളെ അവിടെ 2 ലേസർ ചെയ്തു. ഇപ്പൊ എങ്ങനെയുണ്ട്? പോകച്ചില് വല്ലോട്ടോ? ഇല്ല, എനിക്ക് ആദ്യം ചെയ്തപ്പോ ആ ഒരു പ്രിക്കിംഗ് ഇതുകൊണ്ട് വന്നല്ലോ. അതിനുശേഷം പിന്നെ ഇപ്പം ഇങ്ങനെ ഇങ്ങനെ തണുപ്പൊക്കെ അടിച്ച കൂളിംഗ് ഒക്കെ തന്നല്ലോ. അപ്പൊ എനിക്ക് ഒന്നും തോന്നണില്ല, ഒരു ടൈറ്റ് ആയ പോലെ തോന്നുന്നുണ്ട്. അത് ഉണ്ടാവും, ഇതിന്റെ പാർട്ടായിട്ട് വരുന്നതാണ് കേട്ടോ. അത് കുറച്ച് മാറും. പിന്നെ നമ്മൾ നോർമൽ ഒരു ചേഞ്ച് വരണമെങ്കിൽ ഒരു 3 ആഴ്ചയാണ് എടുക്കും. ഇനി നമ്മള് പിഗ്മെന്റേഷൻ ഒക്കെ കുറയാനുള്ള അടുത്ത ആഴ്ച. ശരി, സ്റ്റാർട്ട് ചെയ്താലോ? സ്റ്റാർട്ട് ചെയ്യാം. ഇതെന്തിനാണ്? പിഗ്മെന്റേഷനോ അല്ലേ? ഈ ലേസർ ചെയ്യുമ്പോഴേ നമ്മൾ ആ തണുത്ത കാറ്റും കൂടെ തന്നിട്ടാണ് ചെയ്യുള്ളൂ. അവര് ബുദ്ധിമുട്ട് കുറച്ച് ഉണ്ടായി എന്ന് പറഞ്ഞില്ലായിരുന്നു. ഇനി ഒട്ടും ബുദ്ധിമുട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിട്ട് തണുത്ത കാറ്റും കൂടെ ഒപ്പം തരാം. ഓക്കെ, താങ്ക് യു. ഇത് ചെയ്യുമ്പോ പടപടപടപടാന്ന് സൗണ്ട് അത് കേട്ട് പേടിക്കണ്ടല്ലേ? സ്റ്റാർട്ട് ചെയ്യുവാട്ടോ. ഓക്കെ ഓക്കെ അല്ലേടാ? ഓക്കെ ഓക്കെ. കഴിഞ്ഞു കേട്ടോ. നമ്മളൊരു ക്രീം വരട്ടുവാണ്. ഇപ്പൊ ഒരു ചെറിയ റെഡ്നെസ്സും ഒരു ചെറിയ ഒരു സ്കിന്നൊന്ന് തണുത്തിരിക്കുന്ന പോലെ ഇല്ലേ, ഒരു വീങ്ങിയിരിക്കുന്ന പോലെ ഒരു ഫീൽ ഉണ്ടാവും നമുക്ക്. അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ആന്റിബയോട്ടിക്കിന്റെ ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഇത് ഇപ്പൊ ഇനി 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് വീട്ടിലാണെങ്കിലും അപ്ലൈ ചെയ്യണം. രാവിലെയും വൈകിട്ടും ഇത് അപ്ലൈ ചെയ്യണം. അതിനുശേഷം അതിന്റെ മേലിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം അതിന്റെ മേലിട്ട് സൺസ്ക്രീൻ ഇട്ട് കൊടുക്കണം. ഫേസ് നമുക്ക് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്തൂടല്ലോ? ഇന്ന് ഫേസ് വാഷ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഒരു 2 ദിവസത്തേക്ക് അവോയ്ഡ് ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ചുമ്മാ നമ്മൾ സാധാരണ പൈപ്പ് വെള്ളം ഉണ്ടല്ലോ, ചുമ്മാ വെള്ളമോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ നിന്നുള്ള വെള്ളമോ കാര്യങ്ങളൊന്നും എടുത്ത് മുഖം കഴുകരുത്. സാധാ വെള്ളത്തില് സ്പ്ലാഷ് ചെയ്ത് കൊടുക്കാവുള്ളൂ. ഒന്ന് മുഖം ഇങ്ങനെ ഈ ഇട്ട് ഒരച്ചൊന്നും ചെയ്യരുത്. ചുമ്മാ ഒന്ന് മുഖത്ത് വെള്ളം ഒഴിച്ച് കഴുകി എടുക്കുക എന്ന് മാത്രമേ ചെയ്യാവൂ.
എന്നിട്ട് ഈ ആന്റിബയോട്ടിക് ക്രീം പറ്റുക, അതിന്റെ സൺസ്ക്രീൻ അതിന്റെ മേലിട്ട് സൺസ്ക്രീൻ പറ്റുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലേക്ക് വിളിച്ച് ഡൗട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ മെഡിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോയിട്ട് കുറച്ച് മെഡിസിൻസ് ഉണ്ട് കേട്ടോ. മെഡിസിൻ അല്ല, ഈ ക്രീമും കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളതൊക്കെ നമുക്ക് ഡോക്ടർ ഇവിടെ നിന്ന് പറഞ്ഞു തരും. അപ്പൊ മോയ്സ്ചറൈസറും സൺസ്ക്രീനും മസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വൈറ്റമിൻ സിയുടെ ഒരു സിറം, അത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തു. അതൊരു ആന്റി ഏജിങ് ഒക്കെ ആയിട്ട് ആണ്. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇട്ട് തുടങ്ങിയാൽ മതി അല്ലേ? രാത്രിയല്ലേ അത്? രാത്രി. അപ്പൊ എന്റേത് കഴിഞ്ഞിട്ടോ, എന്റെ കഴിഞ്ഞിട്ട് എനിക്ക് ഇപ്പോൾ ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന പോലെ ഒരു ഫീലാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നമ്മളുടെ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് അല്ലാണ്ട് മൈക്രോ ബ്ലേഡിംഗ് ഉണ്ട്, പിന്നെന്താണ്, പിന്നെ നമ്മളുടെ സ്മൈൽ റീഡിസൈൻ, അത് നമ്മൾ നേരത്തെ കണ്ടില്ലേ ഡോക്ടർ? അപ്പോൾ സ്മൈലൊക്കെ ഡിസൈൻ ചെയ്താൽ അടിപൊളിയാവും. പിന്നെ നമ്മുടെ സ്ലീപ്പ് അപ്നിയ ഉണ്ടല്ലോ, സ്നോറിങ്ങിനുള്ള അതിൻ്റെ ക്ലിനിക്ക് ഉണ്ട്. അങ്ങനെ കൂർക്കം വലിയൊക്കെ ഉള്ളവരുടെ അതൊക്കെ ഇങ്ങനെ മാറും. അതുപോലെ തന്നെ കണ്ടോ നമ്മുടെ ലിപ് ബ്ലഷിംഗ് എന്ന് പറഞ്ഞിട്ട് ലിപ്പിൻ്റെ പിഗ്മെൻറ്റേഷൻ അതിങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എല്ലാം ഉണ്ട് ഇവിടെ ടച്ചിൽ. അപ്പം നമുക്ക് എറണാകുളം വൈറ്റിലയിലാണ്. നിങ്ങൾ ആദ്യം ഡോക്ടറെ വന്ന് കൺസൾട്ട് ചെയ്യണം കേട്ടോ. ഇവിടെ വന്നിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാൻ പറ്റും. കൺസൾട്ട് ചെയ്തിട്ട് വേണം എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് ഡോക്ടർ തീരുമാനിക്കും. എന്നിട്ട് നമുക്ക് ചെയ്തു തരും കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ പെയിനും കാര്യങ്ങളൊന്നും ഇല്ല. വീഡിയോയിൽ കണ്ടില്ലേ? പെയിൻ ഉണ്ടെങ്കിൽ എൻ്റെ മുഖത്തൊന്ന് നോക്കി അറിയാൻ പറ്റുമല്ലോ. പെയിൻ ഇല്ല, പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു കുത്തുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ. അത് പറയണമല്ലോ. അപ്പോൾ അതിനൊരു കൂളിങ് അതൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ഭയങ്കര റിലീഫാണ്. അത് കഴിയുമ്പോൾ ഒന്നുമില്ല. ആഫ്റ്റർ കെയർ ഒക്കെ വളരെ കുറവാണ്. അപ്പോൾ ഞാനിപ്പോൾ സ്ഥിരമായിട്ട് പാർലറിൽ അങ്ങനെയൊന്നും പോകാത്തുള്ളൂ. ത്രെഡിങ് ചെയ്യാനും പിന്നെ കൂടെ നരച്ചതൊക്കെ ഇങ്ങനെ കറുപ്പിക്കാനൊക്കെ ഇവിടെ ഒക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും കളർ ചെയ്യാനൊക്കെ ആയിട്ടാണ് പോകാറില്ല. അല്ലാതെ അങ്ങനെ പോകാറില്ല പാർലറിൽ, വേറെ ഒന്നും ചെയ്യാൻ പോകാറില്ല. അപ്പോൾ അതിന് പകരം ഇങ്ങനെ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് വല്ലപ്പോഴൊക്കെ വന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ സ്കിന്നിന് അതൊക്കെ ഭയങ്കരമായിട്ട് ഗുണമാറുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ഇതെല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇറ്റ്സ് വെൽസ signing off. Bye.